ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇബിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തനിനാടൻ ചിക്കൻ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിലും നല്ല എരിവിലുമാണ് നമ്മൾ ഈ ചിക്കൻ തോരൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരൊറ്റ ചിക്കൻ തോരൻ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല. അത്ര ടേസ്റ്റിലാണ് നമ്മൾ ഈ ചിക്കൻ തോരൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ചിക്കൻ തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ബോൺലെസ് ചിക്കനാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ചിക്കൻ മിൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് ഈ ചിക്കൻ തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അല്ലാതെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ കുറച്ച് കൂടുതൽ എടുത്താലും ആ ചിക്കൻ തോരൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടത്തതേ ഉള്ളൂ. ഞാൻ കുറച്ച് തേങ്ങ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പം കറിവേപ്പിലയൊക്കെ ഇടുമ്പോഴാണല്ലോ ഒരു തനിനാടൻ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 പച്ചമുളകും 5 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. പച്ചമുളകൊക്കെ കൂടുതൽ ഇടുമ്പോഴാണ് നമ്മുടെ തോരനൊരു നല്ല എരിവൊക്കെ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പൊടികളാണ്. ഞാനിവിടെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ടും വേണ്ടത് 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമുക്കിനി ചിക്കൻ തോരൻ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് നമ്മളൊരു പാന് അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ കൂടുതലിടുമ്പോൾ ഒരു പ്രത്യേക എരിവും ടേസ്റ്റും ഒക്കെയാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ സത്യത്തിൽ ചിക്കൻ തോരൻ അങ്ങനെ റെഡിയാക്കി കഴിച്ചിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ റെഡിയാക്കി കഴിച്ചത്. പക്ഷേ ശരിക്കും എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയിട്ട് ചിക്കൻ കറിയേക്കാട്ടിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ചിക്കൻ തോരനിൽ തോന്നി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു ടൈം ആകുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പൊടികളൊക്കെ ഒരുമിച്ചെടുത്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാനും ഒക്കെ എളുപ്പമാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മളിതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചതച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബോൺലെസ് ചിക്കന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ചെറുതായിട്ട് ചതച്ചെടുത്തത് കൊണ്ട് വേകാനൊന്നും അധികം താമസമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാകും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ വെള്ളമൊന്നും ചേർക്കത്തില്ല. ചിക്കനിൽ നിന്നുള്ള കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് നമ്മുടെ ഈ ചിക്കനൊക്കെ വെന്ത് വന്നോളും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കനകത്ത് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ ഈ ഒരു ടൈമിൽ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചതയ്ക്കാതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ല ടേസ്റ്റ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി എല്ലാം പരുവത്തിനായിട്ട് തോരൻ നല്ല പക്കായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താലേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.